മനുഷ്യനുണ്ടായിട്ട് 6000 വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തു മാത്രം. അതിനു മുമ്പ് ലോകമുണ്ടാകുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നവനും ക്രിസ്തു മാത്രം. നാളെ ലോകാവസാനത്തിന് ശേഷവും ജീവനോടെ ശേഷിക്കുന്നവൻ ക്രിസ്തു മാത്രം. ആകയാൽ പ്രിയപ്പെട്ടവരെ, ആ യേശു ക്രിസ്തുവിൽ മാത്രമേ നമ്മുടെ സമാധാനം വരികയുള്ളൂ. അവരിൽ മാത്രമേ മരണഭീതി നീങ്ങിപ്പോകുകയുള്ളൂ. കാരണം അവൻ മരിച്ചടക്കപ്പെട്ടുവെങ്കിലും, നമുക്ക് പകരക്കാരനായിട്ട് അവൻ മരിച്ചുവെങ്കിലും, അവൻ ഇതാ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവൻ നമുക്ക് വേണ്ടി ചെയ്തത് എന്താണെന്നുള്ള പറഞ്ഞ് ഞാൻ നിർത്താം. ഒരാളെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ, ആയിരക്കണക്കിന് ജനങ്ങളുടെ മധ്യത്തില് ഒരൊറ്റ വ്യക്തി കേൾക്കാൻ വേണ്ടിയിട്ട് ദൈവം അയച്ചതാ. നിനക്കുള്ള നൂല് ഞാൻ പറയാം. നിന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്നല്ല നീ പറയുന്നത്. അയ്യോ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, ഞാൻ എന്റെ ബാല്യകാലം മുതൽ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല, ഞാൻ നിസ്സഹായ വയസ്സിലും ഏകനുമായിരുന്നു. വിവാഹത്തിന് ശേഷം പോലും എന്നെ സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവ് ഉണ്ടാകുന്നതിനെ കൊതിച്ചു, അതും എനിക്കുണ്ടായിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ സ്നേഹം വ്യർത്ഥമാണ്, അവന്റെ കരുതൽ വ്യർത്ഥമാണ്. അവൻ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകുന്നതാണ്. അവന് പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ അവൻ നിന്നോടുള്ള സ്നേഹം നിന്നു പോകും പ്രിയപ്പെട്ടവരെ. എന്നാൽ ഒരു പ്രതിഫലവും കൂടാതെ നിന്റെ സ്നേഹത്തിന്റെ പ്രതിഫലം പോലും ആഗ്രഹിക്കാതെ നിന്നെ സ്നേഹിച്ച ഒരു കർത്താവ് എങ്ങനെ സ്നേഹിച്ചെന്നറിയാമോ? ആ ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം എന്നെ കേൾക്കുന്ന മരണമുള്ളവരെ കേട്ടുകൊള്ളുവിന്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലും ഗോൽഗോഥാ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യ ഒരുവൻ ക്രൂസിൽ തൂങ്ങിക്കിടക്കുന്നത് കണ്ടുവോ? ശരീരമാ സകലം അടിയേറ്റ് തകർക്കപ്പെട്ടവന്, ശരീരത്തിലെ മാംസകഷ്ടങ്ങൾ ചേർന്നപ്പെട്ടവന്, അവരിതാ മനുഷ്യരുടെ വായിലെ നികൃഷ്ടമായിരിക്കുന്ന തുപ്പലേറ്റുകൊണ്ട് നിന്നതിനായിട്ട് ഇതാ പരസ്യമായിട്ട് ഗോൽഗോഥാ മലമുകളിൽ കിടക്കുമ്പോൾ പരസ്യമായിട്ടാണ് ഞാൻ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അല്ലാതെ രഹസ്യമായിട്ടല്ല. അവൻ പരസ്യമായിട്ട് എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ, നിനക്ക് വേണ്ടി മരിച്ചെങ്കിൽ പരസ്യമായിട്ട് ഞാൻ അവനെ ഉയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ. അയ്യോ, അവന്റെ ശരീരത്തിലെ മാംസകഷ്ടങ്ങൾ ചിതറിപ്പോയത് നിന്റെ പാപനിമിത്തമാ. അതെ, ഇന്ന് ജനിച്ച നിന്റെ പാപത്തിന്റെ ശിക്ഷയാണ് അന്ന് അവൻ ഏറ്റത്. ഇതാണ് പ്രിയപ്പെട്ടവരെ ഗോഡ് ഈസ് ഔട്ട്, ദൈവ സ്നേഹമാകുന്നു പറയുന്നത്. ഇത് മതഭക്തിയല്ല, മതപരിവർത്തനമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുത്തരം ഏതെങ്കിലും മതം വിട്ട് ക്രിസ്ത്യ മതത്തിൽ കയറിയ കള്ളു കുടിക്കാമെന്നുള്ളതിനപ്പുറം, അതായത് ഈസ്റ്ററിനും ക്രിസ്തുമസിനും വീട്ടിലിരുന്ന് കള്ളു കുടിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല. അതെ, ക്രിസ്തീയ മതത്തിൽ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് മതപരിവർത്തനം കൊണ്ട് ഒന്നും നേടുന്നില്ല. ഒരു മതത്തിലും ദൈവമില്ല, നിങ്ങൾ തന്നെ അതില്ലോ. രാത്രിയായിട്ട് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല, പാപമോചനം നേടുവാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ ദിവസം കഴിയുന്നതോറും പണവും സമയവും മെനക്കെടുന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുന്നു, ആ പ്രവാചകൻ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്: അപ്പമല്ലാത്തതിന് ദ്രവ്യവും നിങ്ങൾക്ക് തൃപ്തി വരുത്തുവാൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്നബലവും ചെലവിടുന്നതിന് ഇന്നേവരെ നിങ്ങളുടെ ആത്മാവിന്റെ വിശപ്പ് മാറ്റുവാൻ നിങ്ങളുടെ മതഭക്തിക്ക് കഴിഞ്ഞിട്ടില്ല. ഇന്നവരെ നിങ്ങൾ എന്താണ് ഹൃദയത്തിൽ തൃപ്തി വരുത്താൻ നിങ്ങളുടെ യാഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുവൻ മാത്രമേ ഉള്ളൂ, അവന്റെ നാമം യേശു ക്രിസ്തു എന്ന്.